ആസിഫിയുടെ കുറച്ച് മൂവികൾക്ക് ഫ്ലോപ്പ് ആയിട്ട് വന്നേ, പക്ഷെ ഇത് ഗംഭീരമായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആസിഫിന്റെ കേന്ദ്ര കഥാപാത്രത്തിൽ ഇന്ന് തിയേറ്ററിലെത്തിയ ചിത്രമാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആസിഫിനെ ഷറഫുദ്ദീൻ അമരാപ്പോൾ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ ആദ്യ ഷോയുടെ ഫസ്റ്റ് ഹാഫ് ഇതിനോടെ തന്നെ കേരളത്തിലെ പല തിയേറ്ററിനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും മലയാള സിനിമയിൽ ഒരു പുത്തൻ പരീക്ഷണമായിട്ട് തന്നെയാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ എത്തുന്നത്. ട്യൂണേഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകത ലെവൽ ക്രോസിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആസിഫിനോട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്ക് ഓവർ ചിത്രത്തിന് റിലീസിന് മുമ്പേ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളായിട്ട് എത്തിയ ചിത്രം ഇന്നത്തെ തിയേറ്ററിലോട്ട് എത്തിയിരിക്കണം. പ്രേക്ഷകർ അത്യാവശ്യം ഒരു ഹൗസ്ഫുള്ളിന് സമാനമായിട്ടുള്ള ഒരു പ്രഷർ പിന്തുണയൊക്കെ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പല പ്രമുഖ സെന്ററുകളിലെല്ലാം തന്നെ അത്യാവശ്യം ആളുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ചെറിയ നായകങ്ങളൊന്നും തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോ കാണാൻ, അതായത് 9 ഷോ കാണാൻ വേണ്ടി ആളുകൾ വളരെ കുറയുന്ന ഒരു സാഹചര്യമൊക്കെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ പോലും ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ ലഭിക്കുന്ന മികച്ച റിപ്പോർട്ടുകൾ തന്നെ ചിത്രത്തിന് വരിഭാഗത്തിൽ നിലനിർത്താൻ സാധിച്ച ചിത്രം മലയാള സിനിമയിലെ ഈ 2024 മറ്റൊരു ആസിഫിയുടെ വിജയ ചിത്രമായിട്ട് മാറുന്നൊക്കെ പ്രതീക്ഷിക്കാം. നിലവിൽ തലവൻ എന്ന് പറയുന്ന സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗണത്തിലോട്ട് ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ നമുക്ക് മാറും നമുക്ക് പ്രതീക്ഷിക്കാം. ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായി ശിഷ്യനുമായ അർഫാസ് അയ്യൂബാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ ആയിട്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ആസിഫിയുടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ കാണുന്നതെന്ന് കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.